ബിഗ് ബോസ് സീസൺ 6 ഇന്നലെ മോഹൻലാൽ വരുന്ന ദിവസമായിരുന്നു. മോഹൻലാൽ വന്ന് അവരടുത്ത് കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷങ്ങളെല്ലാം അവരടുത്ത് ചോദിക്കുന്നു. അതിൽ ഈ ആൾമാറാട്ടം റൗണ്ടിൽ അർജുൻ ഞോറയായിട്ട് വന്നിട്ട് എന്ത് രസമായിരുന്നെന്ന് മോഹൻലാൽ പറയുന്നു. പിന്നെ അവർക്ക് കണ്ണാടിയിൽ നോക്കി സംസാരിക്കുന്നു. ഓരോരുത്തരും കണ്ണാടിയിൽ നോക്കി സംസാരിച്ചത് അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ എന്ത് മാറ്റമാണ് കണ്ണാടിയിൽ നോക്കി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കുണ്ടായെന്നൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് പറയുന്നു, എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു, ആ ദേഷ്യമൊക്കെ ഇവിടെ വന്നതിന് ശേഷം കുറയുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ അനുഭവങ്ങൾ പറയുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതെല്ലാം കഴിഞ്ഞ് വീക്കെൻഡാണ്. വീക്കെൻഡിൽ മോഹൻലാൽ എന്താണ് പറയുന്നത്, എലിമിനേറ്റായി എല്ലാവരെയും എണിപ്പിക്കുന്നു. എന്നിട്ട് അതീത് ഓരോരുത്തരായിട്ട് ചോദിക്കുന്നു, സേഫ് ആവണോ, പെൻഡിങ് വയ്ക്കണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ പറയുന്നു സേഫ് ആവണമെന്ന്. പക്ഷേ എല്ലാവരതും മോഹൻലാൽ പെൻഡിങ് വയ്ക്കുന്നു. നോറയുടേതും ശ്രീധുവിൻ്റെതും മാത്രം അവസാനം വരെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ശ്രീധുവിൻ്റെത് പെൻഡിങ് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നോറയുടേത് എലിമിനേറ്റ് ആക്കുന്നു. അപ്പം ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നോറയാണ് ആ വീട്ടിൽ നിന്ന് എലിമിനേറ്റ് ആവുന്നത്. അതിനിടയ്ക്ക് മോഹൻലാൽ ഒരു ടാസ്ക് കൊടുക്കുന്നു, മറ്റേ ഒരു ഗെയിം കൊടുക്കുന്നതെന്ന് വെച്ചാൽ വിനോദം, പിന്നെ സങ്കടം എന്നതിലൊക്കെ ഓരോരുത്തർ ഗെയിമിൽ എത്രത്തോളം ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നു എന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ ഓരോരുത്തരും എത്ര ശതമാനം മാർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാസ്മിൻ അർജുനെയാണ് എടുക്കുന്നത്, അർജുന് 90% മാർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നു ബുദ്ധിപരമായ ഗെയിമിൽ. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ടൊക്കെ എടുക്കുന്നു. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലത്തെ എപ്പിസോഡിൽ നോറയാണ് വീക്കെൻഡായിട്ട് വരുന്നത്. പിന്നെ നോറ മോഹൻലാലിൻ്റെ അടുത്ത് വരുന്നു. മോഹൻലാൽ ചോദിക്കുന്നു, ഈ വീട്ടിൽ ആരെയാണ് കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നോറ പറയുന്നു, എനിക്ക് അവിടെ അങ്ങനെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ബിഗ് ബോസ് വീടിനെയും ബിഗ് ബോസിനെയാണ് മിസ് ചെയ്തതായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ വീട്ടുകാരെ മിസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ മോഹൻലാൽ പറയുകയുണ്ടായി, ഈ വീക്കിൽ പണപ്പെട്ടി വെച്ചതിൽ ഞങ്ങൾ 20 ലക്ഷം വരെ വയ്ക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ സായി ആദ്യമേ 5 ലക്ഷം എടുത്ത് അത് പുറത്താവുകയും ചെയ്തു. എന്നിട്ട് ഓരോരുത്തർക്കും ചോദിച്ചു, സായി ഈ 5 ലക്ഷം എടുത്ത് പുറത്തിറങ്ങിയതിനെ കുറിച്ച് ഓരോരുത്തർക്കും കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് എന്താണ് പറയാൻ കഴിഞ്ഞത്, അത് മോഹൻലാൽ പറയുന്നുണ്ട്, ഇത് നമുക്ക് നേരത്തെ അറിയായിരുന്നു. അങ്ങനെ CID രാംദാസിൻ്റെതൊക്കെ അതിൽ കാണിച്ചു കൊടുക്കുന്നു. അവർ ഇങ്ങനെ പുറത്താവുന്ന ആൾ ഈ പണപ്പെട്ടി എടുത്ത് ആദ്യമേ ഒരാൾ പുറത്താവുന്നൊക്കെ പറയുന്നുണ്ടെന്ന് അതൊക്കെ ഇതിൽ കാണിച്ചു കൊടുത്തു.